സെൻസസ് ഡ്യൂട്ടിയെ ചൊല്ലിയുള്ള വ്യത്യസ്ത ഉത്തരവിൽ ആശയക്കുഴപ്പത്തിൽ അധ്യാപകർ. ജൂലൈ 1 മുതൽ 3 വരെ ഫീൽഡ് സന്ദർശനം നടത്തണമെന്ന് സെൻസസ് ഓഫീസറുടെ നിർദ്ദേശം. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം സെൻസസ് ഡ്യൂട്ടി ചെയ്താൽ മതിയെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവിലുള്ളത്. പരസ്പര വിരുദ്ധ ഉത്തരവുകൾ ഇറങ്ങിയതോടെ സെൻസസ് ഡ്യൂട്ടി ഉള്ളവർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഇതിലൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏറെ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യും. എന്താണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി, രണ്ട് ഉത്തരവുകളാണ് ഇപ്പോൾ സെൻസസ് ഡ്യൂട്ടിയിലുള്ള അധ്യാപകരെ വലയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ജൂലൈ 1 മുതൽ 31 വരെ ഹൗസിംഗ് സെൻസസ് നടത്താനാണ് സെൻസസ് ഓഫീസറുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജൂലൈ 1 മുതൽ 3 വരെ ഓരോ ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിട്ടുള്ള പ്രദേശത്ത് പോയി അവിടെ പ്രാഥമിക പരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. പക്ഷേ ഇന്നലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മറ്റൊരു ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് അധ്യാപകർ അവധി ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം സെൻസസ് ഡ്യൂട്ടി എടുത്താൽ മതി, മറ്റു ദിവസങ്ങളിൽ സ്കൂളിൽ പോകണം, അല്ലാതെ മറ്റ് കർത്തവ്യത്തിലേക്ക് ഏർപ്പെടരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിട്ടുള്ളത്. എന്നാൽ സെൻസസ് ഓഫീസർ നൽകിയിട്ടുള്ള നിർദ്ദേശം, അത് എല്ലാ ജില്ലാ കളക്ടർമാരും അതാത് വകുപ്പുകളിലെ ഈ സെൻസസ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് നിർബന്ധമായും ജൂലൈ 1 മുതൽ 3 വരെ വീടുകളിൽ പോയി പ്രാഥമിക പരിശോധന നടത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നറിയാതെ വലഞ്ഞിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. കാരണം ഡ്യൂട്ടിക്ക് പോയില്ല എങ്കിൽ സെൻസസ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളൊക്കെ എടുക്കാൻ ജില്ലാ കളക്ടർക്ക് നടപടിയെടുക്കാൻ അധികാരം കിട്ടുന്നത് കൂടിയാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വലഞ്ഞിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഏത് ഉത്തരവാണ് ഇപ്പോൾ ഞങ്ങൾ അനുസരിക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. അതിനകത്തൊരു വ്യക്തത വേണമെന്നതുകൂടി അധ്യാപകർ ആവശ്യപ്പെടുന്നു.